അപ്പോൾ ഇന്ന് രാവിലെ തൊട്ട് വീട്ടിൽ നിന്ന് എങ്ങോട്ടും ഇറങ്ങുന്നില്ല. അപ്പോൾ ഒരു പ്ലാനും ഇല്ലാണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ വീട്ടിൽ കസിൻസൊക്കെ ഉള്ളതുകൊണ്ട് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കാനെല്ലാം ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ അവരത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പിന്നെ വെച്ച് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമെന്ന് വെച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി. അതായത് എൻ്റെ വീട്ടിലെ കുറച്ച് ചെടികളൊക്കെയാണ്. പിന്നെ നമ്മളെ റൂം ചെറുങ്ങനെ ട്രാൻസ്ഫോർമേഷൻ ചെയ്യേണ്ട കുറച്ച് ലൈറ്റിംഗ് സെറ്റപ്പ് എല്ലാം ചെയ്യേണ്ട പ്ലാൻ ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ബെഡിൻ്റെ ഹൈറ്റെല്ലാം കുറച്ച് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നല്ല നെയ്ച്ചോറും എഗ് റോസ്റ്റും ആണ്. അങ്ങനെ കാത്തിരുന്ന് ഫുഡ് റെഡി ആയിട്ടുണ്ട്. നല്ല വിശപ്പുള്ളത് കൊണ്ട് തന്നെ നല്ല എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ഫുഡ് റെഡിയാകാൻ വേണ്ടിയിട്ട്. ഫുഡ് റെഡിയായതിന് ശേഷം അടുത്ത പ്ലാൻ എന്ന് വെച്ചാൽ നല്ലൊരു ആംബിയൻസ് തപ്പുക. കാരണം എപ്പോഴും അകത്തുനിന്നൊക്കെ കഴിച്ച് പിന്നെ നമ്മളെല്ലാവരും ഉള്ളതുകൊണ്ട് നമുക്കെല്ലാവരും കൂടി പുറത്തിരുന്ന് കഴിക്കാനുള്ള പ്ലാനായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും ഫുഡൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് പോയി. അങ്ങനെ നമ്മളെല്ലാവരും വർത്താനെല്ലാം പറഞ്ഞ് സംസാരിച്ച് തമാശയൊക്കെ പറഞ്ഞ് ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങി. ഫുഡ് ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. വിശപ്പുള്ളതുകൊണ്ടൊന്നും അറിയില്ല, എന്നാലും ഫുഡ് അടിപൊളിയായിരുന്നു. അനക്ക് വേണ്ടിട്ട് ഞാൻ ഓളെടുത്ത് പൂച്ചക്കില്ല ചോറ് കൊടുത്തിട്ട് എനിക്ക് മുട്ട അങ്ങനെ അത് കംപ്ലീറ്റ് ആയതിനു ശേഷം എല്ലാവരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ഊക്കലും കാര്യങ്ങളൊക്കെ ആയി. പിന്നെ അതിന് ശേഷം നമ്മൾ കസിൻസ് എല്ലാവരും കൂടി ഇന്നേ വരെ പുറത്തേക്ക് അങ്ങനെ പോയിട്ടില്ല ഒരുമിച്ച്, നമ്മൾ മാത്രം. അങ്ങനെ ഇവരിങ്ങനെ പറഞ്ഞു മുഴപ്പിലങ്ങാടി ബീച്ചിൽ പോകാമെന്നിങ്ങനെ പ്ലാൻ ഇട്ടു. പിന്നെ നമ്മൾ വിചാരിച്ചു എപ്പെങ്കിലും അല്ലേ, അപ്പോൾ ഇന്നങ്ങനെ പോകാമെന്നുള്ള പ്ലാനായിരുന്നു. അവിടെ അമ്മയോട് അവിടെ നോട്ടീസ് അടിച്ചു എല്ലാം പറഞ്ഞു കൊടുത്തു. കറക്റ്റ് 4 മണിക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞാൽ ഇവർ 4:30 ഇറങ്ങും. അതുകൊണ്ട് ആ ഒരു ടൈം പറഞ്ഞു. പക്ഷേ നമ്മൾ ഇറങ്ങുമ്പോഴത്തേക്ക് 5 മണിക്ക് ശേഷം ഇറങ്ങിയത്. കാരണം ഇവരുടെ മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്ക് ഒരു ടൈം ആവും. അങ്ങനെ നമ്മളെ മെയിൻ ഉദ്ദേശം സൺസെറ്റ് കാണണം എന്നാണല്ലോ മുഴപ്പിലാണ്ട് പോയി കഴിഞ്ഞാൽ. അപ്പോൾ അത് കാണുന്ന ഒരു ഉറപ്പുണ്ടായിട്ടില്ല. കാരണം നമ്മൾ സൺഡേ ഉള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു തരാം. നല്ല ബ്ലോക്കാണ്, 2 മണിക്കൂറൊക്കെ ക്യൂ ആണ് അവിടെ എന്ന് പറയുന്നത് കേട്ടത്. അപ്പോൾ ഒരു പ്ലാനും ഇല്ലാണ്ട് എന്തായാലും ഇറങ്ങിയതാണല്ലോ, പോയിട്ട് വരാമെന്നുള്ള രീതിക്ക് പോയി. പിന്നെ എല്ലാവരുടെയും അവസ്ഥ അറിയാമല്ലോ, നമ്മളൊരു തിരക്കിട്ട് പോകുമ്പോഴത്തേക്ക് ഇല്ലാത്ത ബ്ലോക്കൊക്കെ നമുക്ക് കിട്ടും. അങ്ങനെ ഒരു റെയിൽവേ ക്രോസ് എത്തുമ്പോഴത്തേക്ക് അവിടെ ബ്ലോക്കായി. സാധാരണ ഒരു ട്രെയിനൊക്കെ പോകുന്ന കാണാം. ഇന്ന് ഒരു ട്രെയിനല്ല, 2 ട്രെയിനല്ല, 3 ട്രെയിനും പോയിട്ട് ഇത് തുറക്കുന്നതാണില്ല. പിന്നെ നമ്മളെന്തായാലും ഉറപ്പിച്ച് ഇന്നത്തെ കാര്യം നടക്കുക. പിന്നെ അതിന് ശേഷം എന്തായാലും പോകുന്നതല്ലേ വൈബാക്കാൻ വെച്ച് പാട്ടൊക്കെ വെച്ച് ഡാൻസൊക്കെ കളിച്ചങ്ങ് പോയി. അങ്ങനെ നമുക്ക് ബ്ലോക്കൊന്നും അധികം ബീച്ചിൻ്റെ അടുത്ത് കിട്ടാണ്ട് തന്നെ നമ്മൾ ബീച്ചിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ആയിട്ടുണ്ട്. അപ്പോൾ സൺസെറ്റൊന്നും ആയിട്ടില്ല, കറക്റ്റ് ടൈമിൽ തന്നെ നമ്മൾ എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ കാർബൺ എടുത്തിട്ടില്ല പോയിട്ട്, എന്തായാലും വണ്ടി എടുത്ത് പോകുന്നു. അപ്പോൾ പിന്നെ എന്തായാലും ഒന്ന് ഷോ ആക്കാമെന്ന് വെച്ച് ബീച്ചിൻ്റെ അങ്ങേ അറ്റം തൊട്ട് ഇങ്ങേ അറ്റം വരെ നല്ല എക്സോസ്റ്റ് ഓൺ ആക്കിയിട്ട് നല്ല പൊട്ടിച്ചിട്ടങ്ങ് പോകുന്നുണ്ട്. അങ്ങനെ അടുത്ത പ്ലാൻ എന്ന് വെച്ചാൽ എവിടെയെങ്കിലും ഒന്ന് വണ്ടി പാർക്ക് ചെയ്യണം. വണ്ടി പാർക്ക് ചെയ്ത് കുറച്ച് വീഡിയോസൊക്കെ എടുക്കണം എന്നാണ് അടുത്ത പ്ലാൻ. നമ്മൾ ആദ്യം വെച്ചു അവിടെ വാക്ക് വേയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ പോയിട്ടില്ല അങ്ങോട്ടേക്ക്. അപ്പോൾ അവിടെ പോകാമെന്ന് വെച്ചു. പിന്നെ നമ്മൾ എത്തിയത് എന്തായാലും നൈറ്റൊന്നും ആയിട്ടില്ല, അതുകൊണ്ട് അവിടെ വലിയ ആൾക്കാരും തിരക്കൊന്നുമില്ല. അപ്പോൾ അത് ഡ്രോപ്പ് ചെയ്തു ആ പ്ലാന്. പിന്നെ നമ്മളടുത്ത് എവിടെയെങ്കിലും വെച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാമെന്ന് വെച്ചിട്ട് കുറച്ച് സ്ഥലം തപ്പി നടന്നു. ആളൊക്കെ കുറവുള്ളൊരു സ്ഥലം തപ്പി നടന്ന് അങ്ങനെ ഫൈനലി ഒരു സ്ഥലം കിട്ടി.
ഫുഡിന്റെ സാധനം കൊടുത്തു. സുഹാറ കിച്ചൺ മറ്റേ മട്ടിലെങ്ങാണ്ട് വന്ന പുതിയ സാധനങ്ങളെല്ലാം കാണുന്നു. പോലീസ് 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 മുമ്പില് മുമ്പില് എനിക്ക് പേടിയാന്ന്. കണ്ടില്ല കണ്ടില്ല വിട്ടോ വിട്ടോ വിട്ടോ. അങ്ങനെ ഇവർ എത്ര ആൾക്കാർ പിടിച്ചിട്ടുണ്ടാവും? ബീച്ചിൽ എത്ര ആൾക്കാർ വരുന്നുണ്ടാവും? പട്ടം അനക്ക് പട്ടം മറപ്പിക്കണേ. പട്ടം കാണാത്ത കളി കളിക്കും. ആ ലൈറ്റിന്റെ സംഭവം അത് ഓടിയത് അങ്ങോട്ട് മാറി നിൽക്ക്. എന്റെ പൊട്ടത്തി ഞാൻ ഇതിനുള്ളിൽ ഓവർ എടുക്കുക. മുമ്പോട്ടും കൈ നീട്ടി ഇതാ ഇവർ ലൈറ്റിന്റെ സംഭവം. ഇതായിരിക്കും ഇത്ര ഹൈറ്റ് ഇങ്ങനെ ഇല്ല ശരിക്കും. നടക്കുന്ന സ്ഥലം ഇപ്പുറത്ത് ഇറങ്ങാം നമുക്ക്. ഇതാ നമുക്ക് കുറച്ച് പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലത്ത് ഇറങ്ങാം. ക്രൗഡഡ് ഏരിയ. യെസ് യെസ്. എന്താ ഇങ്ങനെ നോക്കുന്ന ശീലം എടുക്കണ്ട്. നോക്കുന്നില്ലല്ലോ ആരും. അല്ല ഞാനെങ്ങനെ ഇതിന്റെ ഉള്ളിൽ നടക്കണ്ടേ? അല്ല ഓളത്തി അങ്ങനെ ഷോ ആക്കെല്ലാം കഴിഞ്ഞ് നല്ല റോഡ് പ്രസൻസ് ആട്ടോ വണ്ടി എടുത്തിട്ട്. അങ്ങനെ വണ്ടി എടുത്ത് നമ്മൾ ആദ്യമായിട്ടാണ് മുഴപ്പിലങ്ങാട് പോകുന്നത്. ഭയങ്കര റോഡ് പ്രസൻസ് തന്നെയാണ് വണ്ടിക്ക്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളെ പെർഫെക്റ്റ് സൺസെറ്റിൻ്റെ ആ ഒരു ടൈമായിട്ടുണ്ട്. സൺസെറ്റ് എന്തായാലും വണ്ടിയിൽ നിന്ന് കാണുന്നതിനേക്കാൾ നല്ലൊരു ചായയൊക്കെ കുടിച്ച് ഫുഡൊക്കെ അടിച്ച് കാണുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് സ്പോട്ട് തപ്പി നടന്ന് അങ്ങനെ ലാസ്റ്റ് ഒരു സ്പോട്ട് നമുക്ക് കിട്ടി. അപ്പോൾ അവിടുന്ന് ഫുഡ് കഴിക്കാമെന്ന് വെച്ച് കയറുന്നതാണ്. സൺസെറ്റ് അങ്ങനെ ഫുഡ് കഴിച്ചപ്പോൾ മനസ്സിലായത് മുഴപ്പിലങ്ങാട് ഇതുപോലത്തെ കുറച്ച് സ്പോട്ടുകളുണ്ട് ഫുഡ് അടിക്കാനുള്ള. ഇങ്ങനത്തെ സ്ഥലത്തൊന്നും കയറാത്തതല്ല കേട്ടോ. ഫുഡും പോക്കാണ്. ഫുഡ് കഴിച്ച പാടെ തന്നെ വയറിൻ്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കുറച്ച് ഒഴിവാക്കുക. കുറച്ച് അങ്ങോട്ട് സെൻട്രലോട്ടെല്ലാം പോയി കഴിഞ്ഞാൽ നല്ല നല്ല സ്പോട്ടുകളുണ്ട്. അവിടെയൊക്കെ ഒന്ന് പോകുന്നത് ഏറ്റവും നല്ലത് കേട്ടോ. അങ്ങനെ ചായയും കൂടി അവിടെ നിന്ന് കുടിച്ച് കഴിഞ്ഞാൽ ഉള്ള മൂടും പോകുമെന്ന് അറിയുന്നതുകൊണ്ട് അത് അവിടെ നിന്ന് ഒഴിവാക്കിയതിന് ശേഷം നമ്മളൊരു ഐസ്ക്രീം കഴിക്കാൻ തീരുമാനിച്ച്. അപ്പം അതിന് ശേഷം നിങ്ങൾ അടുത്ത കാണാൻ പോകുന്നത് മെയിനായിട്ട് മുഴപ്പിലങ്ങാട് വ്യൂ കാണിച്ചു തരാം ഈ ഒരു ടൈമിൽ. കണ്ടോട്ടാ. അങ്ങനെ നമ്മുടെ വണ്ടീൻ്റെ ബോഡി നല്ല രീതിക്ക് ടയറിന് തട്ടുന്നുണ്ട്. അപ്പോൾ റോൾ ചെയ്തപ്പോൾ ലെഫ്റ്റ് സൈഡ് റോൾ ചെയ്ത് കുറഞ്ഞു പോയി. അപ്പോൾ അതിനെ ഒന്നും കൂടി ചെയ്യാനുണ്ട്. അങ്ങനെ ബീച്ചിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിക്കാൻ പോന്ന. അപ്പോൾ അന്നേരം അടുത്തൊരു വ്യൂവും കൂടി കണ്ടു ഞങ്ങൾ.
വിചാരിച്ചിട്ട് ചെറിയൊരു ഷോർട്ട് കട്ട് എടുത്ത് വന്നതായിരുന്നു. ഇപ്പോൾ റിട്ടേൺ പോകുമ്പോൾ നോർമലി എങ്ങനെയാണ് പോകുന്നത് അതിലൂടെ പോകാൻ നോക്കിയിട്ട് നോക്കുമ്പോൾ നമുക്ക് തലശ്ശേരി കയറാൻ പറ്റില്ല. നമ്മൾ നേരെ കണ്ണൂർ സൈഡിലേക്കാണ് കയറിയത്. പിന്നെ നമ്മളെ ഫുഡ് സ്പോട്ടും കാര്യങ്ങളൊന്നും അവിടെ നല്ലതില്ലാത്തതുകൊണ്ട് ഹോം ടൗൺ എത്തിയിട്ടുണ്ട്. നമ്മൾ ഹോം ടൗണിലെ ഫുഡ് സ്പോട്ട് തന്നെ നോക്കി അവിടുന്ന് ജസ്റ്റ് ഷവർമയും കഴിച്ച് നമ്മൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞിട്ടാ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.